നജീബ് ചാലാടാണ്. ഇന്നൊരു ഗേറ്റ് റിപ്പയറിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ ആ ഗേറ്റിന് എന്താ കംപ്ലൈൻറ്റ്, അത് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഗേറ്റ് വരുന്നത്. നല്ല അടിപൊളി മനോഹരമായൊരു ഗേറ്റാണ്. 2.5 പൈപ്പിനെ കൊണ്ട് ഫ്രെയിം ഇട്ടിട്ടുണ്ട്. ലേസർ കട്ടിങ്ങിൻ്റെ ഡിസൈൻ ഉണ്ട്. 3 പൈപ്പ്, 2 പൈപ്പ്. അതേമാതിരി ഉള്ളിലേക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇരിക്കുമ്പോൾ ആ ഉള്ളിൽ കോനായിട്ട് ഇരിക്കുമ്പോൾ കാണുന്നതിന് വേണ്ടിയിട്ട് പോളികാർബൺ ഷീറ്റ് അടിച്ചിട്ടുണ്ട്, ടോപ്പ് മാത്രമായിട്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം, 1 ഇഞ്ചോളം കുത്ത് വന്നിട്ടുണ്ട്. കുത്ത് വന്നതുകൊണ്ട് തന്നെ അടിയിൽ ഗ്യാപ്പും മുകളിൽ ഗ്യാപ്പും കുറവായിരിക്കും. ഈ കുത്ത് വരാനുള്ള കാരണം, നാശി ആ ഗേറ്റ് ഒന്ന് തുറന്നാട്ടെ, ആ തുറക്ക്. ഇപ്പം തുറന്ന ഗേറ്റിന് യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോഴത്തെ ഗേറ്റാണ് കുത്തിയിട്ടുള്ളത്. തുറക്കുമ്പോൾ നമ്മളെ ഇഞ്ചസ്, അതായത് താഴത്ത് നമ്മൾ ആംഗ്ലറാണ് കൂടുതൽ ആൾക്കാരും കൊടുക്കുന്നത്. ആ ആംഗ്ലർ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. മുകളിലുള്ള ഇഞ്ചസ് മാത്രമല്ല, താഴത്തുള്ളതും കൂടി ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതാ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം വരാൻ കാരണം, പണിക്കാർ ടീ കൊടുക്കാൻ വിട്ടിട്ടുണ്ട്, ടീ കൊടുത്തിട്ടില്ല. 2 ഗേറ്റിനും ഉണ്ട് ഇതേ സംഭവം. അപ്പുറത്തെ ഗേറ്റ് ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. ഇവരൊരു 3 മാസം ഗൾഫിൽ പോകുമ്പോൾ മറ്റും പൂട്ടിയിട്ട ഗേറ്റാണ്. പൂട്ടിയിടുന്ന ഗേറ്റ് എങ്ങനെ വന്നാലും കുറച്ച് ടൈറ്റാവും. ആ ടൈറ്റിന് നമ്മൾ നന്നായിട്ട് തള്ളുമ്പോഴാണ് ഈ ടീ കൊടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നത്. ടീ കൊടുക്കാണ്ടിരുന്നാൽ ഫുള്ളായിട്ട് അടിയിൽ നിന്ന് റൊട്ടേറ്റ് ആവും. അപ്പം ഗേറ്റ് മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങി വരിക. പിന്നെ ഇതിൻ്റെ അത് കൂടുതൽ കറങ്ങിയപ്പം അവർ അടിയിൽ കൊടുത്ത കുറ്റി പൊട്ടിയിട്ടുമുണ്ട്. വീട്ടുകാർ പിന്നെ ഈ ഇഞ്ചസിന് ഓയിലാണ് അടിച്ചിട്ടുള്ളത്. അവർ ഗ്രീസ് വാങ്ങാൻ വേണ്ടി പോയപ്പം അവിടുത്തെ കടക്കാർ ഗ്രീസിനെക്കാട്ടി നല്ലത് ഓയിലാന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവർ ഓയിൽ വാങ്ങി അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ടൈറ്റായ ഗേറ്റ് ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താക്കാവുന്ന WD-40 അടിക്കുക. എന്നിട്ട് ഓയിലിനെക്കാട്ടി നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ ഗ്രീസാണ്. ഗ്രീസായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഓയിൽ കുറച്ചും കൂടി പൊടി കാര്യങ്ങളൊക്കെ അതിലേക്ക് കയറി കഴിഞ്ഞാൽ നന്നായിട്ട് ടൈറ്റാവുകയും ചെയ്യുക. വെയിൽ കാര്യങ്ങളൊക്കെ കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ആവും. അപ്പോൾ നമ്മൾ ഗ്രീസ് ആണെങ്കിൽ അത് ഫ്രീ ആയിട്ട് സ്മൂത്തായിട്ട് കറങ്ങി വന്നോളൂ. ഇതിപ്പോൾ ഓയിൽ അടിച്ച ഗേറ്റാണ്. ഗ്രീസ് ആണെങ്കിൽ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നല്ല സ്മൂത്തായിട്ട് കറങ്ങി വന്നോളൂ. ഇനിയിപ്പോൾ നിങ്ങൾ 1 മാസം 2 മാസമൊക്കെ പൂട്ടിയിടുന്ന ഗേറ്റ് ആണെങ്കിൽ ഒന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് ഗ്രീസ് ഇട്ട് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് വന്നാൽ തുറക്കാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ഗേറ്റിൻ്റെ ടീ കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റായി കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അവിടെ ഒരു ടീ മാത്രം അടിച്ച് അതൊന്ന് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചെറിയ പരിപാടി മാത്രമേ ഉള്ളൂ. ടീ ഒന്ന് പില്ലറിലേക്ക് തന്നെ അടിച്ച് കയറ്റിയിട്ട് ഒരു 1/2 ഇഞ്ച് സ്ക്വയർ കമ്പിയാണ് എൻ്റെ അടുത്ത്, സ്ക്വയർ പൈപ്പേ ഉണ്ടായിട്ടുള്ളൂ. ആ പൈപ്പോട് ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആംഗ്ലർ അങ്ങോട്ടേക്ക് തള്ളിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആംഗ്ലറും അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കോൺക്രീറ്റ് ചെയ്യേണ്ട പരിപാടിയേ ഉള്ളൂ. അതേമാതിരി തന്നെ അപ്പുറത്തെ ഗേറ്റും പ്രശ്നമുണ്ട്. ഇതിപ്പോൾ വേണ്ട, അത് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ടീ അടിച്ചുകൊണ്ട് തന്നെ അടിയിലെ കുറ്റി കറങ്ങുന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഗേറ്റ് ഫിറ്റാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പം ടോപ്പ് ഭാഗം ഏകദേശം ലെവലായിട്ടുണ്ട്, എന്നാലും അടിഭാഗത്ത് ഗ്യാപ്പ് കാണുന്നുണ്ട്. അതിനെ അവരോട് ചോദിച്ചിന് ഇതാദ്യം ഇങ്ങനെയാണോ സെറ്റാക്കിയ. അപ്പോൾ അവർ പറഞ്ഞത് അടിയിൽ ആദ്യം ഗ്യാപ്പ് ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട്, മുകളിൽ ഗ്യാപ്പ് കുറവാണെന്നാണ് വീട്ടുകാർ പറഞ്ഞത്. പിന്നെ ഈ റീവർക്കിന് പോവാത്ത കൂടുതൽ ആൾക്കാരുടെ പ്രശ്നം, അതായത് റീവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്ത ആളെ തലയിലേക്കാണ് എല്ലാം വരുന്നത്. അതുകൊണ്ടാണ് റീവർക്ക് കൂടുതൽ ആൾക്കാരും ചെയ്യാത്തത്. ഇത് 1 വർഷമായിട്ടുള്ള ഗേറ്റാണ്. അപ്പോൾ ഗേറ്റൊക്കെ ഫിറ്റാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, ടീ കാര്യങ്ങളൊക്കെ കൊടുക്കുക.